എടാ മക്കളെ, കളിച്ചതും മതിയടാ മക്കളെ, വീട്ടിൽ പോടാ മക്കളെ. ഇവിടത്തെ മാമ ഇപ്പൊ 4 കാലി വരും. ശങ്കര, ശങ്കര, ഇതെവിടെ പോയി കിടക്കുന്നത്? ആ ശങ്കര, ആ പ്ലാവിന്ന് ഒരു ചക്ക ഇങ്ങടത്തെട്ടി തരൂ. ശരി ഏട്ടത്തി. ചക്ക കൂട്ടാൻ വച്ചിട്ട് തരാമേ, കുറെ കഴിഞ്ഞ് വരണേ. ഓ ശരി. ആരുടെ എന്റെ പേഴ്സിന്ന് പണം മേടിക്കണത്? ഓ ഇതൊന്നും അറിയണില്ലല്ല. എട്ടോത്തിക്കാണെങ്കിൽ മൂർച്ചയില്ല. എല്ലാം വച്ച് കഴിയുമ്പോ വരും. എടീ, ഇന്നെങ്കിലും ഞാൻ ബാങ്കിൽ പോയിട്ട് വരട്ടെ. ചിലപ്പോൾ ലോൺ പാസ്സാക്കി കിട്ടിയാലോ? ചേട്ടാ, ഇനി കുടിക്കൂലെന്ന് എന്റെ തലയെ തൊട്ട് സത്യം ചെയ്തിട്ട് പോയിട്ട് വാ. സത്യമായിട്ട് ഞാനിനി കുടിക്കുകയേയില്ല. എങ്കി ആ സാധനം ഒളിച്ചു വെച്ചത് ഇങ്ങ് എടുത്തോണ്ട് വാ, എടുത്തോണ്ട് വാ. ഓ 4 മണിക്കൂർ ക്യൂ നിന്ന് വല്ലവന്റെയും ചീത്ത വിളിയും കേട്ട് വാങ്ങിക്കൊണ്ട് വന്നതാ. എല്ലാം പോയി. ഇതൊരെണ്ണമേ ഓൾറെഡി. ഇത് ഞാൻ വെച്ചിരിക്കട്ടെടി. പോയിട്ട് വാ. ഇതെന്റെ കൈ ഇരിക്കട്ടെ. ആ നാളെ വിളിച്ചാ മതി. നാളെ ഒരു കോൺഫറൻസ് ഉണ്ട് എറണാകുളത്ത് വെച്ച്. ഇരിക്കേ പറയൂ. സാറ് മുമ്പ് ഈ ബാങ്കിലൊരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ഏതുവരെ പഠിച്ചായിരുന്നു? ഞാൻ ബികോം കഴിഞ്ഞു. ജെവിസി കോഴ്സ് പാസ്സായിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് സാർ. അതെ സാർ. ഹസ്ബൻഡ് ജോലിയില്ലേ? ഹസ്ബൻഡ് കുടിക്കുകയും കഞ്ചാവും കുടുംബപരമായ കാര്യങ്ങളൊന്നും നോക്കില്ല. നിങ്ങൾ ഡൈവേഴ്സ് ആയോ? വേക്കൻസി കൂട്ടണമെങ്കിൽ ബോർഡ് മീറ്റിംഗ് നടത്തണം. ഇപ്പോൾ എന്റെ ബന്ധു എന്ന നിലയ്ക്ക് തൽക്കാലം കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഇവിടെ. ശരി. അതുകൊണ്ട് പരസ്പര വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. മനസ്സിലായി സാർ. നമ്മൾ ഇതിലെ ഒരു പൈസ പോലും കൈക്കൂലി വാങ്ങാതാണ് ചെയ്യുന്നത്. സാർ വിട് സാർ. വേണ്ട സാർ, ആരോ വരണുണ്ടെന്ന് തോന്നണം. നമസ്കാരം സർ. ഒരു മുറിയിലേക്ക് കയറി വരുമ്പോൾ തട്ടിയിട്ട് വരണമെന്ന മര്യാദകൾ തനിക്ക് അറിഞ്ഞൂടെ? സർ, ഇവിടെ നിന്ന് ലോൺ പകുതി കിട്ടിയാൽ ഗവൺമെന്റിന്റെ സബ്സിഡിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്റെ കടം എനിക്ക് വീട്ടാൻ കഴിയും. അങ്ങനെ എന്റെ കൃഷി ഇറക്കാൻ കഴിയും സർ. എങ്ങനെയെങ്കിലും ലോൺ ഒന്ന് പാസ്സാക്കി തരണം സർ. തന്നെ ആരോ പറഞ്ഞു പറ്റിച്ചത്. ഇവിടെ ലോൺ ഇല്ല സർ. വേറെ നിവർത്തിയില്ല സർ. ഫാം എല്ലാം കരിഞ്ഞുണങ്ങി. ലോൺ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യയില്ലാതെ പോകാൻ വഴിയില്ല സർ. ഇവിടെ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ലോൺ ഇല്ലെന്ന്. താൻ വല്ല ജില്ലാ ബാങ്കിലോ റീജിയണൽ ബാങ്കിലോ പോയി അന്വേഷിക്കും. ആ ജവാറിന്റെ മോന് ലോൺ കൊടുക്കാം. അത് അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാ ചോദ്യം എന്തുകൊണ്ട് എനിക്ക് തന്നൂടാ? ചുമ്മാതല്ല, ഈ ബാങ്ക് കുട്ടിച്ചോറാൻ എന്നൊന്നും ചെയ്യരുത്. അയ്യോ നിന്നെ ഞാൻ കാണിച്ചു തരാം. പുറത്തേക്ക് ഇറങ്ങി വാടാ. കഴിവരടോ പരിസരത്ത് രക്ഷിക്കണേ. മേഡം ഉണ്ടോ? മാഡം ഉണ്ട്. റെസ്റ്റില്ല. ഇപ്പൊ വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഒരു അത്യാവശ്യ കാര്യം പറയാനായിരുന്നു. പറഞ്ഞിട്ട് പോയിക്കോളാം. APPയുടെ ഓഫീസിൽ നിന്ന് വന്നാണെന്ന് പറഞ്ഞാൽ മതി. ആരാ? APPയുടെ ഓഫീസിൽ നിന്നാ. സാറ് വലിയ പുള്ളിയാണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. അയാളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. എന്നെ മാറ്റി നിർത്താമെന്ന് കരുതണ്ട. നിങ്ങൾ ഇവിടെ ഇരിക്കും. ഞാൻ അകത്ത് പോയിട്ട് ഒരു ചായ എടുത്തിട്ട് വരാം. ആയിക്കോട്ടെ.
സോറി, മറിഞ്ഞു വീഴുമെന്ന് വിചാരിച്ചില്ല. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ തുടച്ചു തരട്ടെ? താല്പര്യമാണെങ്കിൽ തുടച്ചു തന്നാൽ മതി. ഡ്രസ് ആകെ അഴുക്കായി. വിരോധമില്ലെങ്കിൽ അകത്ത് വാഷ്റൂം ഉപയോഗിക്കാം. ശരി. വാ, വാഷ്റൂം കാണിച്ചു തരാം. എന്നെ കുറെ നേരമായിട്ട് നോക്കുന്നല്ലോ. മഞ്ജു അല്ലേ? എന്നെ ഫോണിൽ വിളിച്ചിരുന്നോ? ആ, വിളിച്ചിരുന്നു. ആ, ഇരിക്ക്. ഈ സ്ഥലം അത്ര പന്തിയല്ല. ഒരു വിശ്വസനീയ സ്രോതസ്സിൽ നിന്ന് കിട്ടിയ വിവരമാണ്. ടാർജറ്റ് ആദിത്യ വർമ്മ. ക്യാഷാണ് ഹവാല. എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഞാൻ ചങ്കു പൊട്ടി ചത്തുപോകും. മോളുടെ ഓപ്പറേഷന് 40 ലക്ഷം രൂപയെങ്കിലും ചെലവാകും. തലയിൽ ട്യൂമർ വളരുന്നതാ. എന്റെ മോള്. മഞ്ജു വിഷമിക്കേണ്ട, ഏത് കാര്യത്തിനും ഞാൻ കൂടെ നിൽക്കും. എന്റെ വീടും ജപ്തി ഭീഷണിയിലാണ്. ഇനിയെങ്കിലും കുറച്ച് കാശുണ്ടാക്കിയേ തീരൂ. ഇന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണം. അല്ലെങ്കിൽ അവൻ ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഇന്ന് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. പന്ന നാടിച്ചറ്റ അവൻ ഉടക്കിടം സൂചിച്ചുറങ്ങുകയാണ്. ഇന്ന് രണ്ടും തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതൊന്ന് പോകും. അവൻ ഇതിനകത്ത് തന്നെ ഉണ്ട്. കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തോളണം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ശരി ശരി, അകത്തോട്ട് വെക്കോ രണ്ടുപേരും. ഓക്കെ. ആൾ ഉറങ്ങിയോ? ഉറങ്ങിയെന്ന് ഉറപ്പാണോ? അതെ. പുറത്ത് വണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട്, എല്ലാം റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഒരു ബാഗ് മാത്രമേ ഉള്ളോ? ഒരു ബാഗ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ക്യാഷ് ആണെന്ന് ഉറപ്പാണോ? ക്യാഷാണ്. നേരത്തെ തന്നെ ബോധം കെടാനുള്ള മരുന്ന് മണപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇഞ്ചക്ഷൻ തുടങ്ങിയാലോ? മരുന്നെടുക്ക്, അതിന്റെ അടപ്പ് പൊട്ടിക്ക്.